ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന നൽകിയ മധ്യമേഖല ജയിൽ DIGക്കും സൂപ്രണ്ടിനും സസ്പെൻഷൻ എന്നുള്ള വാർത്ത വരികയാണ്. നിമിഷം അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു നടപടിയാണ്. എന്താണ് വിവരങ്ങൾ? അക്ഷയ, ഗൗരവമായ ഒരു നടപടിയിലേക്കാണ് ജയിൽ വകുപ്പ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ എറണാകുളം ജില്ലാ ജയിലിൽ കഴിഞ്ഞ സമയത്ത് അനുവദിക്കപ്പെട്ട VIP പരിഗണന, ആ പരിഗണനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട 2 ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. മധ്യമേഖല ജയിൽ DIG അജയകുമാർ, അതുപോലെ തന്നെ എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം, ഈ 2 പേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ജയിൽ വകുപ്പ് നടത്തിയിരുന്നു. ജയിൽ ആസ്ഥാന DIG വിനോദ് കുമാർ നടത്തിയ അന്വേഷണത്തിന് ശേഷം നൽകിയ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കണ്ടെത്തുകയും അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നുള്ള ശുപാർശയും ഈ ഉത്തരവിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ ക്രമവിരുദ്ധമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ജയിൽ ആസ്ഥാന DIG റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മധ്യമേഖല ജയിൽ DIG അജയകുമാറിനെയും ഒപ്പം തന്നെ എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് അനിൽകുമാറിനെയും രാജു എബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി ന്യൂസാണ്. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്ത് എറണാകുളം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 2 പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ജയിലിൽ സന്ദർശനാനുമതി നൽകി എന്നായിരുന്നു പുറത്തുവന്ന വാർത്ത. മാത്രമല്ല, ഈ ബോബി ചെമ്മണ്ണൂരിന് ജയിലിനുള്ളിൽ പ്രത്യേക സൗകര്യങ്ങൾ, പ്രത്യേകമായ മുറി, അതുപോലെ തന്നെ ബാത്റൂം സംവിധാനങ്ങൾ അടക്കം ഏർപ്പെടുത്തി നൽകി എന്നുമായിരുന്നു മാതൃഭൂമി ന്യൂസ് അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതിന് ഒരു ജയിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഒത്താശ കൂടി ഉണ്ടായിരുന്നു എന്നും ആ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത വന്നതിന് പിന്നാലെയാണ് ജയിൽ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ആസ്ഥാന DIG വിനോദ് കുമാർ നേരിട്ട് എറണാകുളം ജില്ലാ ജയിലിൽ എത്തുകയും അവിടെ വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ ജയിലിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു. മാത്രമല്ല, അവിടുത്തെ ജയിൽ വകുപ്പ് ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. ആ മൊഴിയിലെല്ലാം അനധികൃതമായി ജയിലിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിന് സന്ദർശകരെ അനുവദിച്ചു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഗുരുതരമായ പ്രധാനപ്പെട്ട ക്രമക്കേട്, ഈ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിക്കാൻ മധ്യമേഖല ജയിൽ DIGക്കൊപ്പം എത്തിയ വ്യക്തികൾ അവർ ആരാണ് എന്ന് ജയിൽ വകുപ്പിനെ അറിയിച്ചിരുന്നില്ല. മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു ജയിലിൽ ഒരു തടവ് പുള്ളിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നും കണ്ടെത്തിയിരുന്നു. ഈ വന്ന സന്ദർശകർ അവരുടെ പേരുവിവരങ്ങളൊന്നും ജയിലിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ജയിലിൽ പ്രതികളെ സന്ദർശിക്കാൻ വരുന്നവരുടെ വിശദമായ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തണമെന്നുണ്ട്. എന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാണാൻ വന്ന ഈ 2 വ്യക്തികളുടെയും വിവരങ്ങളൊന്നും ജയിൽ രേഖകളിൽ ഇല്ല. മാത്രമല്ല, അതിന് ജയിൽ DIG കൂടി അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തി ഇപ്പോൾ അതിൽ ഗൗരവമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മധ്യമേഖല ജയിൽ DIG അജയകുമാറിനെയും എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു.